ECG റിതംസ് കാണുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ നമ്മുടെ നോർമൽ സൈനസ് റിതം മുതൽ അസിസ്റ്റോൾ വരെയുള്ള എല്ലാ കോമൺ റിതംസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നോർമൽ സൈനസ് റിതം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പിക്ചറിലൊന്ന് നോക്ക്. നോർമൽ സൈനസ് റിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിതംസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് SI നോഡിൽ നിന്നാണ്. ഈ SI നോഡ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള പേസ് മേക്കറാണ്. ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കറാണ് SI നോഡ്. അപ്പോൾ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. പി വേവ് പ്രസൻ്റ് ആണ്. RR ഇൻ്റർവെൽ നോർമലാണ്. PR ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0.1 to 0.20 സെക്കൻഡ് ആണ്. അതെന്ന് പറയുന്നത് 3 to 5 സ്മോൾ ബോക്സസ്. പിന്നെ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ 0.12 സെക്കൻഡിനെക്കാട്ടിലും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഒരു 3 സ്മോൾ ബോക്സസ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് QT ഇൻ്റർവെലാണ്. QT ഇൻ്റർവെൽ നോർമലായിരിക്കും. പിന്നെ T വേവ് എല്ലാ QRS കോംപ്ലക്സിന് ശേഷവും T വേവ് പ്രസൻ്റ് ആയിരിക്കും. ഹാർട്ട് റേറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. P wave before every QRS. PR interval normal, QRS complex normal, normal sinus rhythm. അടുത്ത് നമുക്ക് എന്താണ് സൈനസ് ബ്രാഡികാർഡിയ നോക്കാം. സൈനസ് ബ്രാഡികാർഡിയയിൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. SI നോഡിൽ നിന്ന് തന്നെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് 60ക്ക് ബിലോ ആയിരിക്കും. 40 ബിലോ പോയിട്ടുണ്ടെങ്കിൽ സിവിയർ ബ്രാഡികാർഡിയാണ്. RR ഇൻ്റർവെൽ റെഗുലർ ആയിരിക്കും. P വേവ് എല്ലാ QRSന് മുമ്പായിട്ടും പ്രസൻ്റ് ആയിരിക്കും. PR ഇൻ്റർവെൽ നോർമൽ ആയിരിക്കും. QRS കോംപ്ലക്സ് നാരോ ആയിരിക്കും. നോർമൽ അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ QT ഇൻ്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് സൈനസ് ബ്രാഡികാർഡിയൻ മാനേജ്മെൻറ്റ് നോക്കാം. അസിംറ്റമാറ്റിക് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ECG കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യുക, വൈറ്റൽ സൈൻസ് ഒക്കെ ചെക്ക് ചെയ്യുക പേഷ്യൻറ്റിനെ. പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻ കൊണ്ടാണോ ഈ ബ്രാഡികാർഡിയ സംഭവിച്ചത് എന്ന് നോക്കുക. അതിന് മെഡിക്കേഷൻസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ അതോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് ചെയ്യാറ്. ഇൻ കേസ് പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ എന്തൊക്കെ മാനേജ്മെൻറ്റാണ് കൊടുക്കുന്നത് നോക്കാം. സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെൻഷനുള്ള പേഷ്യൻ്റ്, ഓൾറെഡി പെൻഡ സ്റ്റാറ്റസ്, ഇസ്കീമിക് ഹാർട്ട് ഡിസ്കംഫർട്ടൊക്കെ ഉള്ളത്, പിന്നെ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ, സൈൻസ് ഓഫ് ഷോക്ക് ഒക്കെയുള്ള പേഷ്യൻസ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ എയർവേ പാറ്റേൺസ് നോക്കും. പിന്നെ ഹൈപ്പോക്സിക് ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കും, IV ആക്സസ് ഒക്കെ എടുക്കും, 12 lead ECG ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യും. ഇതൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഈ സൈനസ് ബ്രാഡികാർഡിയയുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അട്രോപ്പിനാണ്. ഈ അട്രോപ്പിന് ഇൻഎഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ക്യൂട്ടേനിയസ് സ്പേസിങ്ങിനോടാണ് പോകാറ്. ആ സമയത്ത് കൊടുക്കുന്നത് വാസോ ആക്റ്റീവ് ഇൻഫ്യൂഷൻസ് ആണ്. ഡോപ്പമിനോ എപ്പിനെഫ്രിനോ ആണ് കൊടുക്കാറ്. എന്നിട്ടും ബ്രാഡികാർഡിയ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ പെർമനൻ്റ് പേസ് മേക്കറിലോട്ടാണ് പോകാറ്. ഇതാണ് സൈനസ് ബ്രാഡികാർഡിയയുടെ ഒരു റിവിഷൻ ടേബിൾ. അത് നോക്കാം. റേറ്റ് ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. റിതം റെഗുലർ. P വേവ് പ്രസൻറ്റ് ബിഫോർ എവരി QRS. PR ഇൻ്റർവെൽ 0.1 to 0.20 സെക്കൻഡ്. QRS ഡ്യൂറേഷൻ ലെസ് ദാൻ 0.12 സെക്കൻഡ്. Symptoms fatigue, dizziness, syncope, hypotension. Initial management assess ABC, monitor ECG, oxygen if needed, IV access, first line drug if symptomatic, atropine. If atropine not effective, transcutaneous spacing, consider dopamine or epinephrine infusion. Definitive treatment എന്ന് പറയുന്നത് പെർമനൻ്റ് പേസ് മേക്കറാണ്. നമുക്കിനി എന്താണ് സൈനസ് ടക്കിക്കാർഡിയ നോക്കാം. സൈനസ് ടക്കിക്കാർഡിയയിലും ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്ന SI നോഡിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. സൈനസ് ടക്കിക്കാർഡിയയുടെ ECG ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് 100 to 150 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. RR ഇൻ്റർവെൽ റെഗുലർ ആണ്.
PR ഇൻ്റർവെല്ല് എവരി QRSന് മുമ്പായിട്ട് പ്രസൻ്റ് ആയിരിക്കും. PR ഇൻ്റർവെല്ല് നോർമലാണ്. QRS കോംപ്ലക്സ് നാരോ ആണ്, നോർമലാണ്. QT ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഷോർട്ടൻഡ് ആയിരിക്കും. ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ABC ചെക്ക് ചെയ്യുക, പിന്നെ വൈറ്റൽ സൈൻസ് നോക്കുക, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക, ECG ഒക്കെ 12 ECG ഒബ്റ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ് അണ്ടർലൈൻ കോസ്, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാറ്. യൂഷ്വലി ഈ അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഈ സൈനസ് ടക്കിക്കാർഡിയ റിസോൾവ് ആവുകയാണ് ചെയ്യാറ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അണ്ടർലൈൻ കോസ് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആട്രിയൽ അരിത്മ്യാസ് എന്നാണ്. ഏട്രിയൽ അരിത്മ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് ഏട്രിയൽ നിന്നാണ്. സാധാരണ ഇത് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്? SNOD നിന്നാണ്. അതിന് പകരമായിട്ട് ഏട്രിയൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് കോമൺ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ, പിന്നെ ഏട്രിയൽ ഫ്ലട്ടർ, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ. ഈ റിതം വന്ന് നോക്ക്, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഈ പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SNOD നമ്മൾ പറഞ്ഞ പോലെ തന്നെ SNOD നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഏട്രിയൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു 60 to 100 beats per minute ഒക്കെ ആയിരിക്കും. നമുക്ക് എന്താണ് പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ നോക്കാം. പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷനകത്ത് ഏട്രിയൽ യൂണിറ്റ് ഏർലി ആയിട്ടൊരു ഹാർട്ട് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. നോർമലായിട്ട് SNOD നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഏർലി ആയിട്ടോ ഒരു ഹാർട്ട് ബീറ്റ് ഏട്രിയൽ നിന്ന് വരും. അതിൻ്റെ റിതംസാണ് കാണുന്നത്. നമ്മൾ നോക്ക്. അതിനകത്ത് ഇതിൽ കാണുന്ന ECG ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഹാർട്ട് റേറ്റ് യൂഷ്വലി 60 to 100 beats per minute ആയിരിക്കും. അത് ഡിപ്പെൻഡ് ഓൺ അണ്ടർലൈൻ സൈനസ് റിതമാണ്. ദ പ്രീമച്വർ ബീറ്റ് ഓക്കർ ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഒരു ബീറ്റ് കാണാനായിട്ട് സാധിക്കുന്നില്ലേ. റിതം എന്ന് പറയുന്നത് ജനറലി റെഗുലർ ആയിരിക്കും. ഈ ഏർലി ബീറ്റ് ഇല്ലാത്ത ബാക്കി എല്ലാ റിതംസും റെഗുലർ ആയിരിക്കും. P വേവ് എന്ന് പറഞ്ഞത് പ്രീമച്വർ P വേവ് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഷേപ്പ് ഓഫ് ദ പ്രീമച്വർ P വേവ് ഡിഫറെൻറ്റ് ഫ്രം നോർമൽ സൈനസ് P വേവ്. ദ പ്രീമച്വർ P വേവ് മേ ബി ഫ്ലാറ്റൻ, പീക്ഡ്, ഹിഡൻ വിത്തിൻ ദ preceding T wave. PR interval usually normal ആയിരിക്കും. Maybe slightly shorter or longer depending upon the origin of the ectopic focus. QRS complex usually narrow ആയിരിക്കും because ventricular contraction normal ആയതുകൊണ്ട്. സിമിലർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സൈനസ് QRS കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ കാണുന്നത് ഈ PACക്ക് ശേഷം ഒരു പോസ് കാണാം. SNOD റീസെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത്. ഈ PACയുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അസസ് ABC, എയർവേ, ബ്രീതിങ്, സർക്കുലേഷനൊക്കെ അസസ് ചെയ്യുക, വൈറ്റൽ സൈൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, സാച്ചുറേഷനൊക്കെ ചെക്ക് ചെയ്യുക, 12 ECG ഒക്കെ എടുക്കുക. പിന്നെ എന്താണ് അണ്ടർലൈൻ കോസസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ട്രീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് മാനേജ്മെൻറ്റ് ചെയ്യാറ്. സാധാരണ രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് PAC വരുവാണെങ്കിൽ അതൊരു ഏട്രിയൽ ഫിബ്രിലേഷനിലോട്ടോ ഏട്രിയൽ ടക്കിക്കാർഡിയയിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ PACയുടെ പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഈ റിതംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സൈനസ് റിതംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 60 to 100 beats ആയിരിക്കും കൂടുതലായിട്ടും കാണാറ്. റിതം എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിരിക്കും ആൻഡ് ഏർലി പ്രീമച്വർ ബീറ്റ് ഉണ്ടാകും. P വേവ് പ്രീമച്വർ ആൻഡ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ് ഫ്രം ദ സൈനസ് P വേവ്. PR ഇൻ്റർവൽ യൂഷ്വലി 0.1 to 0.20 സെക്കൻഡ് മേ വേരി സ്ലൈറ്റ്ലി. QRS കോംപ്ലക്സ് നാരോ ആയിരിക്കാം.
സിംറ്റംസ് പാൽപിറ്റേഷൻ, സ്കിപ്ഡ് ബീറ്റ്, ഫ്ലറ്ററിംഗ് സെൻസേഷൻ, ഓഫൺ അസിംറ്റമാറ്റിക്. ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി നൺ, treat underlying cause. Then ECG monitoring assess the symptoms, reduce stimulant, correct reversible cause. Early abnormal P wave followed by normal QRS complex and a non-compensatory pause. ഇതാണ് PAC. നമ്മളെ നോക്കാൻ പോകുന്നത് എന്താണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നാണ്. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാർഡിയക് അരിത്മിയാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഏട്രിയലുള്ളിൽ റാപ്പിഡായിട്ടുള്ള കയോട്ടിക് ആയിട്ട് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള റിതംസ് ആണ് ഉണ്ടാവുക. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ ഫലമായിട്ട് ഏട്രിയയ്ക്ക് എഫക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏട്രിയ ഫിബ്രിലേറ്റ് ചെയ്യും. എന്നാലും കുറച്ച് റിതംസൊക്കെ നമ്മുടെ ഈ എസ് എ നോഡ് വഴി വെൻട്രിക്കിൾ എത്താറുണ്ട്. അതുകൊണ്ട് ഈ ഏട്രിയയ്ക്ക് എഫക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഏട്രിയ ഫിബ്രിലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് ഇമ്പൾസസ് എ വി നോഡിലൂടെ പാസ് ചെയ്തിട്ട് വെൻട്രിക്കിളിൽ എത്താറുണ്ട്. ഇതുകൊണ്ട് ഇറഗുലറായിട്ടുള്ള വെൻട്രിക്കുലർ റിതംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏട്രിയയിൽ ഈ കറക്റ്റായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ബ്ലഡൊക്കെ പൂൾ ചെയ്ത് കിടക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ത്രോംബസ് ഫോർമേഷനും സ്ട്രോക്കും ഒക്കെ പേഷ്യൻസിന് ഉണ്ടാവാനുള്ള ചാൻസ്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ ECG റിതംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹാർട്ട് റേറ്റ് അല്ലേ. ഹാർട്ട് റേറ്റിൽ ഒരു 350 to 600 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഏട്രിയൽ റേറ്റ്. വെൻട്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 100 to 180 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. റിതംസ് എന്ന് പറയുന്നത് ഇറഗുലർ ആണ്. അതാണ് ഇതിൻ്റെ ഹോൾമാർക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ ഹോൾമാർക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഇറഗുലറായ റിതമാണ്. നോ റിപ്പീറ്റഡ് RR പാറ്റേൺ ആണ്. പി വേവ് ആബ്സെൻ്റ് ആണ്. റീപ്ലേസ് ചെയ്തിരുന്നത് സ്മോള് ഇറഗുലർ ഫിബ്രിലേറ്ററി എഫ് വേവ്സ് ആണ്. ഇതിൽ പി വേവ് ആബ്സെൻ്റ് ആണ്. പി വേവിനെ റീപ്ലേസ് ചെയ്യുന്നത് സ്മോളായിട്ടുള്ള ഇറഗുലറായ ഫിബ്രിലേറ്ററി വേവ്സ് ആണ്. PR ഇൻ്റർവൽ എന്ന് പറയുന്നത് നോട്ട് മെഷറബിൾ ആണ്. കാരണം നമുക്ക് പി വേവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് യൂഷ്വലി വെരി നാരോ ആണ്. ലെസ് ദാൻ 0.12 സെക്കൻഡ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ മാനേജ്മെൻ്റ് ആണ്. അതിൽ ഇനീഷ്യൽ അസസ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത് ABC അസസ് ചെയ്യും. പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണോ ഇൻസ്റ്റേബിൾ ആണോ നോക്കും. അതിന് വൈറ്റൽ സയൻസ് ഓക്സിജനൊക്കെ മോണിറ്റർ ചെയ്യും. 12 ലീഡ് ECG ഒബ്റ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് പേഷ്യൻ്റെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇൻ കേസ് പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ റേറ്റ് കൺട്രോൾ, റിതം കൺട്രോൾ, ആൻറ്റികോയാഗുലേഷൻ. റേറ്റ് കൺട്രോളിൽ ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ ഡിഗോക്സിനൊക്കെയാണ് കൊടുക്കാറ്. റിതം കൺട്രോളിൽ ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസും കാർഡിയോവേഷനും ഒക്കെയാണ് പ്രിഫർ ചെയ്യാറ്. പിന്നെ നോക്കുന്നത് ആൻറ്റികോയാഗുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു ത്രോംബോ എംബോളിസം ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ റിസ്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് അൺസ്റ്റേബിൾ, ആ പേഷ്യൻ്റ് ഇൻസ്റ്റബിലിറ്റിയുടെ സൈൻസ് എന്ന് പറയുന്നത് ഹൈപ്പോടെൻഷനുള്ള പേഷ്യൻ്റ്, ചെസ്റ്റ് പെയിൻ ഉള്ള പേഷ്യൻ്റ്, അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ്, ഷോക്കൊക്കെ ഉള്ള പേഷ്യൻ്റ്, ഓൾറെഡി മെൻ്റൽ സ്റ്റാറ്റസ് ഇതൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ACLSൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള രീതിയിലാണ് ചെയ്യാറ്. AFൻ്റെ ക്വിക്കായിട്ടുള്ള റിവിഷൻ നമുക്ക് നോക്കാം. ഇതിൽ ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് 350 to 600 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. വെൻട്രിക്കുലർ റേറ്റ് വേരിയബിൾ ആണ്. ഒരു 100 to 180 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. റിതംസ് ഇറഗുലറാണ്. പി വേവ് ആബ്സെൻ്റ് ആണ്. PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ ആണ്. QRS കോംപ്ലക്സ് നാരോ ആണ്. ലെസ് ദാൻ 0.12 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ECG ക്ലൂ എന്ന് പറയുന്നത് നോ പി വേവ്, ഇറഗുലർ റിതം. ഇതിൽ കാണപ്പെടുന്ന മേജറായിട്ടുള്ള സിംറ്റംസ് പാൽപിറ്റേഷൻ, ഫറ്റീഗ്, ഡിസ്നിയ, ഡിസിനസ്. മേജർ കോംപ്ലിക്കേഷൻ സ്ട്രോക്ക്.
ട്രീറ്റ്മെൻറ്റ് റേറ്റ് കൺട്രോൾ, റിതം കൺട്രോൾ, ആൻറ്റികോയാഗുലേഷൻ, വെൻ ഇൻഡിക്കേറ്റഡ്. സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ if unstable. Synchronized cardiovation if unstable. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ഏട്രിയൽ ഫ്ലട്ടർ ആണ്. ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രാ വെൻട്രിക്കുലർ അരിത്മിയാണ്. ഇതുകൊണ്ട് റെഗുലറായിട്ടുള്ള റാപ്പിഡായിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് ഏട്രിയൽ നടക്കുന്നത്. ഇത് മെയിനായിട്ട് നടക്കുന്നത് എവിടെയാണെന്നറിയോ? റൈറ്റ് ഏട്രിയത്തിൽ. ഏട്രിയൽ ഇങ്ങനെ ഈ റീ എൻട്രി സർക്യൂട്ട് നടക്കുന്നത് കൊണ്ട് ഒരു 250 to 350 ബീറ്റ്സ് പെർ മിനിറ്റിൽ ഏട്രിയ കൺട്രാക്ട് ചെയ്യും. അതുകൊണ്ട് എല്ലാ ഇമ്പൾസസും എ വി നോഡിന് നമ്മുടെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറച്ച് ഇമ്പൾസസ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഈ കണ്ടക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 2:1, 3:1, 4:1 എന്നൊക്കെ ആയിരിക്കും. ഒരു 2:1 റേഷ്യോ ആണെങ്കിൽ ഒരു 150 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും വെൻട്രിക്കിൾ റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 3:1 ആണെങ്കിൽ 100 ബീറ്റ്സ് പെർ മിനിറ്റും 4:1 ആണെങ്കിൽ 75 ബീറ്റ്സ് പെർ മിനിറ്റും ആയിരിക്കും വെൻട്രിക്കുലർ റേറ്റ്. ഏട്രിയൽ ഫ്ലട്ടറിൽ നടക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. ഇ സി ജിയിൽ ഒരു സോ ടൂത്ത് ആയിട്ടുള്ള വേവ്സ് ആണ് കാണപ്പെടുന്നത്. നമുക്കിനി എങ്ങനെയാണ് ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ ഇ സി ജി റിതംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ്. ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു 250 to 350 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. വെൻട്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത് അത് കണ്ടക്ഷനെ, എ വി കണ്ടക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്രോക്സിമേറ്റ് 150, അപ്രോക്സിമേറ്റ് ഒരു 100 അല്ലെ 75 ബീറ്റ്സ് പെർ മിനിറ്റ് ഒക്കെ ആയിരിക്കും. പിന്നെ റിതം എന്ന് പറയുന്നത് ഏട്രിയൽ റിതം എന്ന് പറയുന്നത് റെഗുലറാണ്. വെൻട്രിക്കുലർ റിതത്തിൽ അതിൻ്റെ എ വി കണ്ടക്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റിതംസ് റെഗുലറാണ്. പിന്നെ പി വേവ് ആബ്സെൻ്റ് ആണ്. പി ആർ ഇൻ്റർവെൽ നോട്ട് മെഷറബിൾ ആണ്. ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നാരോ ആണ്. ലെസ് ദാൻ 0.12 സെക്കൻഡ് ആണ്. പി വേവിൽ അതിൻ്റെ വേവ്സ് റീപ്ലേസ് ചെയ്യുന്നത് ഫ്ലട്ടർ വേവ് ആയിട്ടാണ്. അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് സോ ടൂത്ത് അപ്പിയറൻസ് ആണ്. ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് സ്റ്റേബിൾ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിന് റേറ്റ് കൺട്രോള്, റിതം കൺട്രോള്, ആൻറ്റികോയാഗുലേഷൻ അത് തന്നെയാണ് കൊടുക്കാറ്. പിന്നെ പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ ആണ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ടേബിൾ നോക്കാം. ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് 250 to 350 ബീറ്റ്സ് പെർ മിനിറ്റ്. വെൻട്രിക്കുലർ റേറ്റ് ഡിപ്പെൻഡ് ഓൺ എ വി ബ്ലോക്ക് ആണ്. അപ്രോക്സിമേറ്റ് 150 വിത്ത് 2:1 കണ്ടക്ഷൻ ആണെങ്കിൽ. റിതം റെഗുലർ ഏട്രിയൽ റിതംസ്, വെൻട്രിക്കുലർ റിതം അതും എ വി കണ്ടക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പി വേവ് ആബ്സെൻ്റ് ആണ്. ഇ സി ജിയുടെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് സോ ടൂത്ത് അപ്പിയറൻസ് ആണ്. പി ആർ ഇൻ്റർവെൽ നോട്ട് മെഷറബിൾ ആണ്. ക്യു ആർ എസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നാരോ ആണ്. ലെസ് ദാൻ 0.12 സെക്കൻഡ് ആണ്. ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പാൽപിറ്റേഷൻ, ഡിസ്നിയ, ഫറ്റീഗ്, ഡിസ്നസ്. മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻ സ്ട്രോക്ക്. ട്രീറ്റ്മെൻറ്റിൽ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ റേറ്റ് കൺട്രോൾ, റിതം കൺട്രോൾ, ആൻറ്റികോയാഗുലേഷൻ, വെൻ ഇൻഡിക്കേറ്റഡ്. പിന്നെ പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ സിങ്ക്രണൈസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് സുപ്രാ വെൻട്രിക്കുലർ ടെക്കിക്കാർഡി എന്നാണ്. സുപ്രാ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് റാപ്പിഡാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് എബോവ് ദ വെൻട്രിക്കിളാണ്. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 150 to 250 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സഡൻ ഓൺസെറ്റ് ആണ്, സഡൻ ടെർമിനേഷൻ ആണ്. ഇനി നമുക്ക് എസ് വി ടിയുടെ ഇ സി ജി ധൃതം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 150 to 250 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. വെരി റാപ്പിഡ് ഹാർട്ട് റേറ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് RR ഇൻ്റർവെൽ റെഗുലർ ആണ്. പി വേവ് ആബ്സെൻ്റ് അല്ലെങ്കിൽ ഹിഡൻ ആയിരിക്കും. പി ആർ ഇൻ്റർവെൽ നോട്ട് മെഷറബിൾ ആണ്. ക്യു ആർ എസ് കോംപ്ലക്സ് നാരോ ആണ്. ലെസ് ദാൻ 0.12. നെക്സ്റ്റ് എസ് വി ടിയുടെ മാനേജ്മെൻറ്റ്. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ വാഗൽ മാനുവേഴ്സ് ആണ് നോക്കാറ്. അതിൻ്റെ ടൈപ്പ് മോഡിഫൈഡ് വാഗൽ മാനുവേഴ്സ്, സ്റ്റാൻഡേർഡ് വാഗൽ മാനുവേഴ്സ്, കരോട്ടിക് സൈനസ് മസാജ്. വാഗൽ മാനുവേഴ്സ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അഡനോസിനാണ് നെക്സ്റ്റ് ഓപ്ഷൻ. കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ അഡനോസിന് കൊടുക്കാം.
അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ അൺസ്റ്റേബിൾ ആവും ആ പേഷ്യൻ്റ് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിങ്ക്രണൈസ്ഡ് കാർഡിയോ വെർഷനാണ് ചെയ്യാറ്. അതല്ല പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ സിങ്ക്രണൈസ്ഡ് കാർഡിയോ വെർഷൻ തന്നെയാണ് കൊടുക്കാറ്. നമുക്കിനി SVT ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ഹാർട്ട് റേറ്റ് 150 to 250 beats per minute. Rhythm regular. P wave usually absent or hidden. PR interval not measurable. QRS complex usually narrow, less than 0.1.